ഇപ്പോൾ ഇവിടെ എൻ്റെ അച്ഛനൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള റൂമാണ്. അപ്പോൾ ഇതെനിക്ക് പൊളിക്കാനോ അങ്ങനെയൊന്നും താല്പര്യമില്ല. മോഡേണൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ എൻ്റെ ഏറ്റവും വലിയ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പഴയ ഫൗണ്ടേഷൻസ് ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് വളരെയധികം വെയിറ്റ് വരില്ല. അപ്പോൾ ട്രഡീഷണൽ ഓട് പോലത്തെ ഒരു കൾച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിവ്യൂവിൽ ഞാൻ ഓട്ടോമാറ്റിക്കലി നാനോ സെറാമിക്കിൽ എത്തിച്ചേർന്നു. വൈ? ബിക്കോസ് അത് ഒന്നാമത് അതിന് വെയിറ്റ് കുറവാണെന്നുള്ളൊരു പ്രോപ്പർട്ടി, ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് അത് ഇപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു വെയിറ്റ് കൂടില്ല എന്നുള്ള ഒരു പാരാമീറ്റേഴ്സൊക്കെയാണ് ഇതിനെ എന്നെ ഇനിഷ്യലി അട്രാക്ട് ചെയ്തത്. നമ്മൾ വളരെയധികം ചൂടൊക്കെ സഹിച്ച് തന്നെ ഇരുന്നിരുന്ന ഒരു സമയമാണ് ഇത്. ലൈക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ചൂടത്ത് പോയിട്ട് അതുമേലൊന്ന് തൊടാം, ലൈക്ക് ഇറ്റ് വിൽ ബി സ്റ്റിൽ ഹോട്ട്, പക്ഷെ ഒരു നമുക്ക് അതിന്റെ അടുത്തേക്ക് പോലും പറ്റാത്ത ഷീറ്റോ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലല്ല വരുന്നത്. റൂഫ് സ്റ്റേബിൾ ആവുക എന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റ് കൺസേൺ. സോ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വീടിന്റെ ഒരു ലുക്കേ അങ്ങ് മാറിപ്പോയി. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, അതായത് ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ ഒക്കെ ചെയ്യണം, അത്രയധികം നമ്മളുടെ ഒരു ഈ ഓട് വെച്ചിട്ടുള്ള ഒരു സ്റ്റൈൽ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ പിന്നെ ഞാൻ എവിടേക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ ആലോചിക്കാൻ തുടങ്ങി. ഹായ്, എൻ്റെ പേര് വികാസ് എന്നാണ്. ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു റിനോവേഷനാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു 1 year 2 year ആയിട്ട് ഇത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈ? ബിക്കോസ് എനിക്ക് ഇപ്പോൾ ഇവിടെ എൻ്റെ അച്ഛനൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള റൂമാണ്. അപ്പോൾ ഇതെനിക്ക് പൊളിക്കാനോ അങ്ങനെയൊന്നും താല്പര്യമില്ല. സോ അപ്പോൾ ഇതിനെ ഒരു മോഡേണൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ എൻ്റെ ഏറ്റവും വലിയ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒരു വെയിറ്റ്, അതായത് നമുക്ക് അധികം ഒരു പഴയ ഫൗണ്ടേഷൻസ് ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് വളരെയധികം വെയിറ്റ് വരില്ല. അപ്പോൾ ട്രഡീഷണൽ ഓട് പോലത്തെ ഒരു കൾച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലൈക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇത് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിവ്യൂവിൽ ഞാൻ ഓട്ടോമാറ്റിക്കലി നാനോ സെറാമിക്കിൽ എത്തിച്ചേർന്നു. വൈ? ബിക്കോസ് അത് ഒന്നാമത് അതിന് വെയിറ്റ് കുറവാണെന്നുള്ളൊരു പ്രോപ്പർട്ടി, ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് അത് ഇപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു വെയിറ്റ് കൂടില്ല എന്നുള്ള ഒരു പാരാമീറ്റേഴ്സൊക്കെയാണ് ഇതിനെ എന്നെ ഇനിഷ്യലി അട്രാക്ട് ചെയ്തത്. ഇതിൽ ഫസ്റ്റ് നമ്മളുടെ ഒരു കൺസ്ട്രെയിൻ എന്നുള്ളത് വെച്ചാൽ ഇതിൻ്റെ സ്ട്രെങ്ത് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഞാനപ്പോൾ എൻ്റെ ഒരു കോൺട്രാക്ടർ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഞാനും ഹരിയും കൂടെ ഇതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട്, അപ്പോൾ ഹരി ഹീസ് എ വെൽ ബിൽഡ് മാൻ, അപ്പോൾ ആള് നല്ല രീതിയിൽ ശരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ഒടിയോ എന്നൊക്കെ ഉള്ളത്. ആൻഡ് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു സ്ട്രെങ്ത് എന്നുള്ളൊരു പാരാമീറ്റർ നമ്മൾ വളരെയധികം പ്രോമിസ് ആണ്. അത് കൂടാതെ തന്നെ ഇതിന് നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ വർക്ക് എല്ലാം ചെയ്തത് മിസ്റ്റർ അജിയാണ്. അദ്ദേഹമാണേലും ഇതിൻ്റെ ഒരു 4-5 സാമ്പിൾസ് പറഞ്ഞിട്ട് അത് നമ്മൾ ലോക്ക് ചെയ്തും ഒക്കെ നോക്കി. അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ ആ ഇനിഷ്യൽ ആ ഒരു ഈ വർക്കേഴ്സുമായിട്ട് ചേർന്ന് തന്നെ ചെയ്ത ഒരു റിവ്യൂവിൽ തന്നെ ലൈക്ക് മോർ ദാൻ മീ ആ വർക്കേഴ്സ് വളരെയധികം സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ അവർ പറഞ്ഞു സോ ഇറ്റ് വിൽ ബി വെരി ഗുഡ് എന്നുള്ള രീതി. അപ്പോൾ ഇതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഫസ്റ്റ് അത് ഞാനപ്പോൾ റൂഫ് സ്റ്റേബിൾ ആവുക എന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റ് കൺസേൺ. സോ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വീടിൻ്റെ ഒരു ലുക്കേ അങ്ങ് മാറിപ്പോയി. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, അതായത് ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ ഒക്കെ ചെയ്യണം, അത്രയധികം നമ്മളുടെ ഒരു ഈ ഓട് വെച്ചിട്ടുള്ള ഒരു സ്റ്റൈൽ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ പിന്നെ ഞാൻ എവിടേക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ ആലോചിക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചിട്ട് ഞാനൊരു സൺഷെയ്ഡ് പോലെ ചെയ്യട്ടെ, ഇവിടെ ചെയ്യട്ടെ, ഇപ്പോൾ ബാക്കിലൊരു ഷെഡ് പോലെ ഉണ്ട്, അതും ഈ ഓടിൻ്റെ തന്നെ ചെയ്യാം. സോ അങ്ങനെ ഇത് ചെയ്തു. അത് കൂടാതെ തന്നെ എനിക്ക് വളരെയധികം റിവ്യൂസ്, അതായത് പലരും എന്നോടൊന്ന് ചോദിച്ചത് എവിടെ നിന്നാണ് ഇത് നമുക്ക് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത്, എന്താണ് കോസ്റ്റ്, ഇതിനെ പറ്റിയൊക്കെ വളരെയധികം പോസിറ്റീവ് ഫീഡ്ബാക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ എൻ്റെ റിവ്യൂവിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് തന്നെ മാജാണ് വെച്ച് ലൈക്ക് നമുക്ക് ഇപ്പോൾ ചൂടില്ലെന്നല്ല, ബട്ട് സ്റ്റിൽ നമ്മൾ വളരെയധികം ചൂടൊക്കെ സഹിച്ച് തന്നെ ഇരുന്നിരുന്ന ഒരു സമയമാണ് ഇത്. ലൈക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ചൂടത്ത് പോയിട്ട് അതുമേലൊന്ന് തൊടാം, ലൈക്ക് ഇറ്റ് വിൽ ബി സ്റ്റിൽ ഹോട്ട്, പക്ഷെ ഒരു നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോലും പറ്റാത്ത ഷീറ്റോ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലല്ല വരുന്നത്. വളരെയധികം ഹീറ്റ് അതിനെ കുറയ്ക്കുന്നുണ്ട്. എനിക്കത് നല്ല പൊക്കി നല്ലപോലെ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് താഴത്തെ ഏരിയയിലേക്കൊക്കെ വളരെയധികം ഹീറ്റ് കുറവുണ്ട് എന്നുള്ളത് വളരെയധികം വലിയൊരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ. പിന്നെ ഞാൻ ലൈക്ക് ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് 1 year കഴിഞ്ഞു നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതുവരെ അതിനകത്ത് ലൈക്ക് അതിൻ്റെ ഒരു ഫസ്റ്റ് അല്ലേ എവിടെയോ ലീക്കോ അങ്ങനെയൊന്നുമില്ല. ആൻഡ് എസ്പെഷ്യലി ഇത് സപ്പോർട്ട്, ലൈക്ക് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ആൾ തന്നെയാണെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഓഡിൽ ചെയ്യുന്നത്, പക്ഷേ അവർക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും എല്ലാം ഓഫർ ചെയ്തിരുന്നു. അതിനുവേണ്ടി കോൺടാക്ട്സ്, അതിൻ്റെ എങ്ങനെ ഇത് ചെയ്യണം, ഏത് രീതിയിൽ പേർലിംഗ് ചെയ്യണം, അങ്ങനെ എല്ലാവിധ സപ്പോർട്ടും കൂടെ പ്രൊവൈഡ് ചെയ്തിരുന്നു. ആൻഡ് എസ്പെഷ്യലി താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട് ആൻഡ് ഓൾ. ആൻഡ് അത് കഴിഞ്ഞിട്ട് തന്നെയുള്ള ഫീഡ്ബാക്ക്, ആൻഡ് ഈവൻ ഐ ഗോട്ട് സം സ്പെഷ്യൽ ഗിഫ്റ്റ്സ് ഓൾസോ. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ സപ്പോർട്ട്.
More than 10,000 satisfied customers across India.